യേശുദാസിന് ഇന്നേക്ക് 85 വയസ്സ്. 1940 ജനുവരി 10 ഫോർട്ട് കൊച്ചിയിൽ ജനിച്ച യേശുദാസ് പാടാൻ തുടങ്ങിയിട്ട് 63 വർഷമായി. ഈ 63 വർഷത്തിനിടയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കേരളത്തിനും മലയാളികൾക്കും ഉണ്ടായതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനകം എത്ര തലമുറകൾ വന്നു. വസ്ത്രധാരണത്തിലും ആഹാര രീതിയിലും അഭിരുചിയിലും ആവാസ വ്യവസ്ഥയിലും എത്രയോ മാറ്റങ്ങൾ മാറിമറിഞ്ഞു. എത്രയോ മന്ത്രിസഭകൾ മാറി മാറി വന്നു. ഒരിക്കലും മാറില്ല എന്ന് കരുതിയൊക്കെയും എന്നെ കടപുഴകി വീണു. പക്ഷേ ഇത്രയും കാലത്തിനിടയിൽ മാറ്റമില്ലാതെ തുടരുന്നത് ഒന്നു മാത്രം, യേശുദാസിൻ്റെ പാട്ടുകളോടുള്ള ഇഷ്ടം. എല്ലാം മാറിയിട്ടും അതുമാത്രം മാറാതെ നിൽക്കുന്നു. ദൈവീകം എന്ന് വിശേഷിക്കപ്പെട്ട യേശുദാസിൻ്റെ ശബ്ദം പല തലമുറകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കേരളമാകെ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നു. യേശുദാസ് തൻ്റെ ചലച്ചിത്ര സംഗീതത്തിന് തുടക്കമിടുന്നത് 1962 ജാതി മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വേതരത്തേന വാഴുന്ന മാതൃസ്ഥാനമാണിത് എന്ന ശ്രീനാരായണ ഗുരുവചനം ആലപിച്ചുകൊണ്ടായിരുന്നു ഏറ്റവും ലാളിത്യമാർന്ന ആ തുടക്കം. പിന്നീട് എത്രയോ പാട്ടുകൾ, അത് ആയിരക്കണക്കിന് വരും. ഇതിനിടയിൽ പാട്ട് കേൾവിക്ക് സാങ്കേതികമായി ഓരോ കാലത്തായി എത്രയോ മീഡിയം പിറവിയെടുത്തു. ആദ്യം ഗ്രാമഫോൺ, പിന്നെ റേഡിയോ, പിന്നാലെ കാസറ്റ്, CD, MP3, പെൻഡ്രൈവ്, ഒടുവിൽ അത് യൂട്യൂബിൽ എത്തി നിൽക്കുന്നു. സാങ്കേതികവിദ്യ ഇങ്ങനെ മാറിയപ്പോഴും ഇതിലൂടെയെല്ലാം നാം ഏറെ കേട്ടത്, ഏറ്റവും ആവർത്തിച്ച് കേട്ടത് മലയാള ഭാഷയിൽ യേശുദാസിനെയാണ്. യേശുദാസിൻ്റെ പാട്ടുമായി ഉണ്ടായ ആത്മബന്ധമാണ് മാറി മാറി വന്ന ഈ ഗാന ശ്രവണ ഉപകരണങ്ങൾ ഓരോ കാലത്തും സ്വന്തമാക്കാൻ കൂടുതലായും പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുപോലെ എത്രയോ ഗാനരചയിതാക്കളും സംഗീത സംവിധായകരും മാറി മാറി വന്നിട്ടും പാടുന്നതിന് യേശുദാസ് വേണമായിരുന്നു. മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് ആരും വന്നോട്ടെ, ഏതെല്ലാം പുതിയ സംഗീതോപകരണങ്ങളും അണിചേർന്നോട്ടെ, മ്യൂസിക് ഡയറക്ടർ ഏത് ഭാഷയിൽ നിന്നുള്ളവരും ആയിക്കോട്ടെ, പക്ഷേ പാടുന്നതിന് പുരുഷ ശബ്ദമായി ഞങ്ങൾക്ക് ഗന്ധർവനാദം തന്നെ വേണമെന്ന കാര്യത്തിൽ മലയാളി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. പാട്ട് എഴുതുന്നവർക്കും സംഗീതം ഒരുക്കുന്നവർക്കും കൂടുതൽ ജനപ്രീതിക്ക് യേശുദാസ് തന്നെയും വേണമായിരുന്നു എന്നതും ഇതിനോട് ചേർത്ത് പറയണം. കഴിഞ്ഞ 6 ദശകങ്ങളായി കേരളത്തിൽ പിറക്കുന്ന ഒരു കുഞ്ഞ് അമ്മിഞ്ഞപ്പാലിനൊപ്പം നുണഞ്ഞു തുടങ്ങുന്നത് ഒന്നായിരുന്നു യേശുദാസിൻ്റെ പാട്ടുകളും. കുട്ടിയുടെ വളർച്ചാ വഴിയിൽ ഉറക്കുപാട്ടായും ഉണർത്തുപാട്ടായും അത് കാതിൽ വീഴും. ബാല്യകൗമാരങ്ങളിൽ അത് നിർവചിക്കാനാവാത്ത ഏതോ പ്രചോദനമാകും. യൗവനത്തിൽ അത് പല ജീവിത സന്ദർഭങ്ങൾക്കും കൂട്ടായി നിൽക്കും. പ്രണയിക്കാനും കിനാവ് കാണാനും മന്ദഹസിക്കാനും കാത്തിരിക്കാനും വിട ചൊല്ലാനും വീണ്ടും പ്രതീക്ഷ വയ്ക്കാനും ഒക്കെയും യേശുദാസിൻ്റെ പാട്ടുകൾ അകമ്പടിയാകുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. കുറച്ചുകൂടി പ്രായമാകുമ്പോൾ കഴിഞ്ഞതൊക്കെ ഓർമ്മിക്കാനും യേശുദാസ് പല കഥാസന്ദർഭങ്ങൾക്കായി പല രാഗത്തിലും ഭാവത്തിലും പാടിയ ആ പാട്ടുകൾ കാരണമാകും. നിങ്ങൾ ഏത് മതവിശ്വാസിയും ആയിക്കൊള്ളട്ടെ, തങ്ങളുടെ ദൈവത്തെക്കുറിച്ച്, വിശ്വാസ സംഹിതയെക്കുറിച്ച്, അതിലെ ഐതിഹ്യങ്ങളെക്കുറിച്ച്, അത് ഉൾക്കൊള്ളുന്ന കഥകളെക്കുറിച്ച് ഒക്കെയും യേശുദാസ് പാടിയാലാണ് തൃപ്തിയാകുക. അയ്യപ്പ സ്തുതിഗീതങ്ങളായാലും മാപ്പിളപ്പാട്ടായാലും ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആയാലും യേശുദാസ് പാടുന്ന കേട്ടാൽ കേൾക്കുന്നയാൾ കൂടുതൽ ഭക്തനാകും. കണ്ണും ഹൃദയവും നിറയും, മനസ്സുകൊണ്ട് കൈകൂപ്പും. ആ ശബ്ദത്തിൽ ദൈവീകത വഴിയുന്നതാണത്രേ അതിന് ഹേതു. യേശുദാസിൻ്റെ ശബ്ദത്തിൽ സ്ഥായിയായുള്ള നേരിയ വിഷാദഭാവം ഭക്തിഗാനങ്ങളെ കൂടുതൽ സാന്ദ്രമാക്കാൻ കഴിഞ്ഞതും അതിൻ്റെ അതിരിട്ട ജനപ്രിയതയ്ക്ക് കാരണമായി എന്നത് ഒരു വസ്തുതയാണ്. ചുരുക്കത്തിൽ മലയാളിയുടെ ഒരു ജീവിതകാലത്തിൻ്റെ എല്ലാ വൈകാരിക തലങ്ങൾക്ക് പിന്നിലും ഒരു പശ്ചാത്തല സംഗീതമായി യേശുദാസിൻ്റെ പാട്ടുകളുണ്ട് എന്ന് കാണാം. ഏതാണ്ട് കഴിഞ്ഞ 5 വർഷമായി അമേരിക്കയിലെ ഡള്ളാസിൽ മകൻ്റെ വസതിയിൽ ഭാര്യ പ്രഭയുമായി വിശ്രമ ജീവിതത്തിലാണ് യേശുദാസ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വിശ്രമിക്കുന്നില്ല. 60 വർഷത്തിലേറെക്കാലം അദ്ദേഹം പാടിയ അനേകായിരം പാട്ടുകൾ വാർദ്ധക്യം ബാധിക്കാതെ, സ്വരം ഇടറാതെ, ഇടതടവില്ലാതെ എല്ലായിടത്തും കേട്ടുകൊണ്ടേയിരിക്കുന്നു. തലമുറ വ്യത്യാസമില്ലാതെ മലയാളികൾ അത് കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ സോഷ്യൽ മീഡിയ കാലത്തും AI എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്തും ആളുകൾ അത് കേൾക്കുകയാണ്. ആ അത്ഭുതം അറിയണമെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള മലയാളം പാട്ടുകളിലേക്ക് പോയി കമൻറ്റ് ബോക്സ് പരിശോധിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ പ്രതികരണങ്ങൾ ഉള്ളത് യേശുദാസിൻ്റെ പാട്ടുകൾക്കാണെന്ന് കാണാം. ദാസേട്ടൻ്റെ പാട്ടുകൾ ഗൃഹാതുര സ്മരണകളിലേക്കും നഷ്ടസ്വർഗങ്ങളിലേക്കും തങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനുള്ള കൃതജ്ഞതയാണ് ശ്രോതാക്കളുടെ കമൻറ്റുകളിൽ കൂടുതലായും നിറഞ്ഞു കിടക്കുന്നത്. പോയിപ്പോയ ഒരു മധുരിത കാലം വീണ്ടെടുത്ത് നൽകുന്ന യേശുദാസിൻ്റെ പാട്ടുകൾ അവർക്കൊക്കെയും ജീവനാണ് എന്നാണ് അതിൽ തെളിയുന്നത്. യേശുദാസിൻ്റെ കാലത്ത് ജനിക്കാനും ജീവിച്ചിരിക്കാനും കഴിയുന്നതിൽ സായുജ്യം കാണുന്നവരുടെ എണ്ണവും ഇവിടെ കുറവല്ല. മലയാള ഭാഷയ്ക്കൊരു ശബ്ദമുണ്ടെങ്കിൽ അത് യേശുദാസിൻ്റെ ഗന്ധർവനാദമാണെന്ന വിശേഷണം വന്നു പോയാൽ തന്നെ തെറ്റില്ല. അത്രയ്ക്കാണ് യേശുദാസ് മലയാളിയെ സ്വാധീനിച്ച് നിൽക്കുന്നത്. ഇങ്ങനൊരാൾ നമ്മുടെ ഗാനശാഖയിൽ ഇനി ഉണ്ടാവാൻ വഴിയില്ല. യേശുദാസിന് 85ാം പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ.